ഹലോ ഗൈസ്, INFJ ഗേൾ ഫ്രണ്ട്സിൻ്റെ വലിയ ഒരു പ്ലസ് പോയിൻറ്റും എന്നാൽ പോരായ്മയായിട്ട് വീക്ക്നെസ്സായിട്ട് വീക്ക് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ INFJസിന് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വളരെ കൂടുതലാണ്. പക്ഷേ സ്വന്തം ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാക്കാൻ പലപ്പോഴും ഭയങ്കര പാടായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യും, പക്ഷേ സ്വന്തം ഇമോഷണൽ നീഡ്സ് എന്താണെന്ന് അവർക്ക് പലപ്പോഴും അവർക്ക് സ്വയം കണ്ടെത്താനൊക്കെ മനസ്സിലാവുണ്ടാകും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്കത് ക്ലിയറായിട്ടും മനസ്സിലാവില്ല. അതായത് മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യും, സ്വയം കെയർ ചെയ്യും ഭയങ്കര പാടാണ് എന്നർത്ഥം. അതാണ് പോയിൻ്റ്. അപ്പോൾ എന്താ വിഷയം വെച്ചാൽ ഇവർക്ക് റിലേഷൻഷിപ്പിലൊക്കെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ ലൈഫ് മോഞ്ചി പോകും ഉള്ള കാര്യം പറയാലോ. അപ്പോൾ INFJs ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഒരു പാർട്ട്ണറും അതും സംഗതിയൊക്കെ ഉണ്ടാവും. പക്ഷേ കുറേ പ്രേമിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പാർട്ട്ണറെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു INFJ ഗേൾ ഫ്രണ്ട് എന്നുള്ള അവരെ കാര്യം പറയണേ, അവരെ കെയർ ചെയ്യുന്ന, അവർക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്ന, എഫേർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ആളുകൾ വളരെ കുറച്ച് പേരെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവരുടെ പാർട്ട്ണർ അങ്ങനെ എഫേർട്സ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർ അത്രയും ലക്കിയാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതങ്ങനെയാണ്. അതായത് ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യാവുന്ന മെൻറ്റാലിറ്റിയും കോംപ്രമൈസ് ചെയ്യല്ല, മറ്റുള്ളവരുടെ ഫീലിങ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ നിന്ന് കൊടുക്കും. പക്ഷേ ഇവരുടെ ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാക്കാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് പറ്റണം എന്നില്ല. അപ്പം അത്രയും സ്കിൽഫുള്ളായ, ആത്മാർത്ഥമുള്ള, ജെനുവിനായ ഒരു പാർട്ട്ണറെ കിട്ടാൻ ഭയങ്കര പാടാണ് INFJസിന്. അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇൻ്റലിജൻസിനും ഇമോഷൻസിനും ഫീലിങ്സിനൊക്കെ നല്ല പ്രാധാന്യം ഇവർ കൊടുക്കുന്നുണ്ട്. പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇമോഷൻസിനും ഫീലിങ്സിനും അത്ര പ്രാധാന്യം കൊടുക്കുന്നവർ പലപ്പോഴും ഇമോഷൻസിനും ഫീലിങ്സിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നവർ പലപ്പോഴും ഇൻ്റലിജൻസിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ INFJ അങ്ങനെയല്ല, ഒരു റെയർ കോമ്പിനേഷനാണ്. ഇങ്ങനെയുള്ള ഈ സംഗതികളൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് INFJ എന്ന് പറഞ്ഞാൽ. അപ്പോൾ INFJ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മഹാസംഭവമാണ്. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് ദുരിതം അനുഭവിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക INFJ ഗേൾസ്.